Hi, welcome all. Now we are going to discussing ninth standard chemistry chapter 1 structure of atom. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് ആറ്റം, ആറ്റത്തിലുള്ള സബറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഇതൊക്കെ എന്താണ്, അതുപോലെ അതിൻ്റെ ഡിസ്കവറീസ്, പ്രോട്ടോൺ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്, ന്യൂട്രോൺ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്, ഇലക്ട്രോൺ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ആറ്റം. ഓരോ സയൻറ്റിസ്റ്റും ആറ്റത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓരോരോ മോഡൽസ് വെച്ചിട്ടാണ്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള മോഡൽസ് ആണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ്, അതിൽ ഓരോന്നിൻ്റെയും പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്, അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആറ്റം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഫസ്റ്റ് ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ടേബിൾ 1.1 അതിൽ തന്നിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ഷുഗർ, ഗ്ലൂക്കോസ്, വാട്ടർ. മൂന്നും നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണല്ലേ. അപ്പം ഷുഗറിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല C12H22O11. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഓരോ എലമെൻറ്റിൻ്റെയും താഴെ കൊടുത്തിട്ടുള്ളത്. അതായത് കാർബൺ 12 ആണ്, അപ്പോൾ ആദ്യം 12:H22, അതായത് ഹൈഡ്രജൻ 22, അപ്പോൾ 12:, ഓക്സിജൻ 11, അപ്പോൾ 11. അപ്പം റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 12:22:11. രണ്ടാമത്തെ സബ്സ്റ്റൻസ് ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നമുക്കറിയാലോ, മറ്റേ ഫോട്ടോസിന്തസിസിൻ്റെ ഒക്കെ പ്രോഡക്റ്റ്സ് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ C6H12O6. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2:1. അതെങ്ങനെ വന്നു വെച്ചാൽ കാർബൺ C6H12O6 ആണുള്ളത്. അപ്പോൾ 6, 12, 6 നമ്മൾ റേഷ്യോ എഴുതുന്ന സമയത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമുലയാണ് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 6ഉം 12ഉം 6ഉം ആണ്. അപ്പോൾ നമ്മളതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1:2:1 എന്നുള്ള ഫോർമുലയിൽ കിട്ടും. അതായത് 6ൽ 6 1 ടൈംസ്, 12ൽ 6 2 ടൈംസ്, 6ൽ 6 1 ടൈംസ്. then we get the ratio as 1:2:1. നെക്സ്റ്റ് പാർട്ടാണ് വാട്ടർ. വാട്ടറിലുള്ള എലിമെൻറ്റ്സ് ആണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതിൻ്റെ ഫോർമുല H2O. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1. അതായത് ഓക്സിജൻ്റെ താഴെ അവിടെ നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, H2O എന്നുള്ളൂ. അവിടെ ഒന്നുമില്ല എന്നുള്ളതെങ്കിൽ അർത്ഥം അവിടെ എന്താണ്, 1 എന്നുള്ള നമ്പർ ഉണ്ടെന്നാണ്. സോ 2:1. അപ്പോൾ നമ്മൾ ചില സബ്സ്റ്റൻസസിൻ്റെ എക്സാമ്പിൾസും അതിലുള്ള എലമെൻറ്റ്സും കെമിക്കൽ ഫോർമുലാസും അതിൻ്റെ റേഷ്യോ എങ്ങനെ എഴുതുക എന്നുള്ളത് കണ്ടു. ദെൻ വി ഡിസ്കസിങ് അബൌട്ട് വാട്ട് ഈസ് മോളിക്യൂൾ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ, എന്താണ് മോളിക്യൂൾസ് എന്നുള്ളത്. സോ ടേക്ക് പേജ് നമ്പർ 8. അതിൽ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് എന്താ മോളിക്യൂൾസ് എന്നുള്ളത്. Molecules are the particles which show all the properties of the substances and have a free existence. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുകയും ഒപ്പം അതിന് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അത് കാണിക്കും, മാത്രമല്ല അതിനെന്തുണ്ട്, ഒരു ഫ്രീ എക്സിസ്റ്റൻസ് ആണ്. അതായത് അതൊരു വേറെ പാർട്ടിക്കിളിന് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, വിച്ച് മീൻസ് ദേ ആർ ഫ്രീ എക്സിസ്റ്റൻസ്. അപ്പോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ആർ ദ പാർട്ടിക്കിൾസ് വിച്ച് ഷോ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ പഠിക്കുക, എന്താണ് മോളിക്യൂൾസ് എന്നുള്ളത്. അതിൻ്റെ താഴെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഡിഫർ. എങ്ങനെയാണ് ഓരോ സബ്സ്റ്റൻസസിൻ്റെയും മോളിക്യൂൾസ് ഡിഫറായി മാറുന്നത്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾസ്. അതായത് ഓരോ മോളിക്യൂൾസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഷുഗർ എന്നുള്ള ഒരു സബ്സ്റ്റൻസ് എടുത്ത സമയത്ത് അതിലുള്ള മോളിക്യൂൾസ് എന്തായിരുന്നു, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരുന്നു. ഷുഗറിലുള്ള എലമെൻറ്റ്സ് അല്ല ഗ്ലൂക്കോസിലുള്ളത്, ഗ്ലൂക്കോസിലുള്ള എലമെൻ്റ് അല്ല വാട്ടറിലുള്ളത്. അപ്പോൾ അതാണ് അങ്ങനെ ഓരോ സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഡിഫർ ആക്കും.
അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ആറ്റംസ് ഇൻ ദം. നമ്മൾ കണ്ടില്ലേ ഫൈനലായിട്ട് റേഷ്യോസ് നമ്മൾ കണ്ട്. അപ്പോൾ റേഷ്യോ നമ്മൾ നോക്കിയ സമയത്ത് ഓരോ സബ്സ്റ്റൻസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു റീസൺ കൊണ്ടും എന്താവാം, സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾസ് ഡിഫറായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്സ്റ്റൻസിലുള്ള മോളിക്യൂൾസ് ഡിഫറായി തോന്നാനുള്ള 2 റീസൺ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് ആറ്റം എന്നും ആ ആറ്റത്തിലുള്ള മോളിക്യൂൾസ് എന്താണെന്നും എങ്ങനെയാണ് ഓരോ സബ്സ്റ്റൻസ് എന്നും ഓരോ മോളിക്യൂൾസ് ഡിഫറായി എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് ബ്രീഫായിട്ട് കിട്ടി. Then we are going to discussing about what are the substances that present inside the atom. ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ഏതെല്ലാം സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അവ ഏതൊക്കെയാണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ look on the page number 8. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിനുള്ളിലുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ, സെക്കൻഡ് പാർട്ടിക്കിൾ പ്രോട്ടോൺ, തേർഡ് പാർട്ടിക്കിൾ ന്യൂട്രോൺ. അപ്പോൾ ആറ്റത്തിനുള്ളിലുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ 3 പാർട്ടിക്കിൾസിനെയും നമ്മൾ ടുഗദർ കോൾഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പം ഈ ഇലക്ട്രോണിനും പ്രോട്ടോണിനും ന്യൂട്രോണിനും നമ്മൾ പറയുന്ന പേരാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രോ എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ, ആ ആറ്റത്തിനുള്ളിലുള്ള പാർട്ടിക്കിൾസുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്, അതായത് കണ്ടെത്തിയതെന്നും പ്രോട്ടോൺ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തതെന്നും ന്യൂട്രോൺ എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തതെന്നും ഓരോരോ എക്സ്പെരിമെൻറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ തിയറീസ്, അതിൻ്റെ പോസ്റ്റുലേറ്റ്സ്, അതിൻ്റെ ഫെയിലേഴ്സ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യും. So in our next part, we will discussing about the discharge tube experiment and discovery of electron. It is one of the most important topic or the point in this chapter. നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളതാണ്. അതായത് ഈ ചാപ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ ആൻഡ് ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.